ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ താൻ അതൃപ്തനാണ് എന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ തനിക്ക് പുളകം കൊള്ളാൻ കഴിയില്ല. ഇത് നല്ലൊരു സാഹചര്യമല്ല. പക്ഷേ ബന്ദികളെ തിരികെ കൊണ്ടുവരണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ഞാൻ പറയും. പക്ഷേ ഇന്ന് സംഭവിച്ചതിൽ ഞങ്ങൾ സന്തോഷമില്ലാത്തവരാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. അതായത് ട്രംപ് ഈ വിഷയത്തിൽ അസന്തുഷ്ടനാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യക്തമാക്കിയതാകട്ടെ ട്രംപിന്റെ അറിവോടുകൂടി തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ്. എന്നാൽ ഈ പ്രസ്താവനയെ തകിടം മറിക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇതോടെ വീണ്ടും ഖത്തർ ആക്രമണം മുൻനിർത്തിക്കൊണ്ട് തനിക്ക് കിട്ടാൻ പോകുന്ന നൊബേൽ സമ്മാനം തിരികെ പിടിക്കാമെന്ന വ്യാമോഹമാകാം ട്രംപ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം തന്റെ അതൃപ്തി പങ്കുവച്ചതായും BBC ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലും ട്രംപ് ആകട്ടെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേത് ആണ് എന്നതാണ്, തന്റെ തീരുമാനമല്ല എന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആക്രമണത്തെക്കുറിച്ച് US സൈന്യം അറിയിച്ചപ്പോഴേക്കും അല്ലെങ്കിൽ ഏറെ വൈകിപ്പോയിരുന്നുവെന്നും അമേരിക്കയുടെ ശക്തമായ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ബോംബ് ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുന്നതായി ഖത്തർ പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രംപ് പറയുന്നതായും ഇവിടെ വ്യക്തമാക്കുന്നു. അതിനിടെ US സഖ്യകക്ഷിയായ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിച്ചേക്കാം എന്നത് തന്നെയാണ് US മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. USന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. മാത്രമല്ല വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഹമാസുമായി ചർച്ച നടത്തിയതായും അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചകൾ നടത്തിയത് ഖത്തർ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ USന്റെ സുപ്രധാന സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ട്രംപിനും ക്ഷീണമായേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണം മേഖലയിൽ US വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം എവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ അടിയുറച്ച തീരുമാനം. എവിടെയായാലും ഹമാസിനെ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ തുടരുമെന്നും ദോഹയിലെ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ അടുത്ത തവണ തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ദോഹയിൽ അതായത് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഒരു കേന്ദ്രം ലക്ഷ്യമാക്കി 15 പോർ വിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. തങ്ങളുടെ 5 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും എന്നാൽ മുതിർന്ന നേതാക്കൾ ഒന്നും തന്നെ അവിടെ അത്യാഹിതം സംഭവിച്ചിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖത്തറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.